സോമരാജൻ ഇടിഞ്ഞാർ വാർഡ് അല്ലേ? സോമരാജൻ നല്ല കാൻഡിഡേറ്റ് ആണ്, നല്ല സ്ഥാനാർത്ഥിയാണ്. എങ്ങനെയുണ്ട് അദ്ദേഹം? എങ്ങനെയുണ്ട്? എല്ലാ ആവശ്യങ്ങളിലും കൂടെ സഹകരിക്കുന്നുണ്ടോ? ഉണ്ടോ? ആർക്കാണ് നല്ല കാൻഡിഡേറ്റ്? ആരാണ് അത് പറയും? ആണോ? സോമരാജൻ നല്ല കാൻഡിഡേറ്റ് അല്ലേ? ദൈവത്തിന്റെ കയ്യിൽ. എങ്കിലും പൊതുവെ നല്ല കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ നാട്ടുകാരെന്നുള്ളതായിട്ടുള്ള അല്ലേ? ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യില്. ശരി. ജനത്തിന് വേണ്ടി എന്തുണ്ടാക്കി? ആരും ഒന്നും ഉണ്ടാക്കിയില്ല. അവര് വോട്ട് വാങ്ങിക്കും, ജയിക്കുന്നു, പോകുന്നു. വേറെ ഒരു ഇതില്ല. ഒരു വെയിറ്റ് ഷർട്ട് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അവര് വോട്ട് വാങ്ങിക്കുന്നു, പോകുന്നു. പിന്നെ അവരെ കാണാനും ഇല്ല. ഏത് പാർട്ടി ജയിച്ചാലും ഇത് തന്നെ ഇവിടെ നടക്കുന്നത്. ഇത് തന്നെ ഇവിടെ നടക്കുന്നത്. പിന്നെ കുറെ അടിയും വഴക്കും അതും ഇതും ഇതൊക്കെ. അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം വേണം. നമുക്ക് ഈ ജംഗ്ഷൻ അന്നും ഇന്നും ഒരേപോലെ ഇവിടത്തേക്ക് ഒരു ഉത്തരവ് ഒന്നും ചെയ്തു. നമ്മുടെ വാർഡിലും ഇതുപോലെ ഒരു വിഷയം ഉണ്ടായിരുന്നു പണ്ട്. നമ്മളെ വാർഡിൽ നിന്ന് മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഒരു 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ആ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ പിന്നെ അത് മെമ്പറായപ്പോ പിന്നെ മെമ്പറെ കണ്ടുപിടിക്കാൻ നമ്മൾ മഷിയിട്ട് നോക്കേണ്ടി വന്നു. നമ്മളെ വാർഡിൽ നിന്ന് ഒരാൾ ജയിക്കുമ്പോൾ അവരെ വാർഡിന് വേണ്ടി നല്ലത് ചെയ്യണവരെടുത്ത് നമുക്കൊരു പ്രത്യേക ഒരു ഇതാണ്. അതെ. പിന്നെ അടുത്ത നമുക്ക് ആരുടെ പ്രത്യേക സ്നേഹമില്ല, നമ്മളെ കാര്യങ്ങളിൽ സജീവമായിട്ട് പ്രവർത്തിക്കണം. എന്നാലും നമുക്ക് അടുത്തതിന് അവരെ വിജയിപ്പിക്കണമെന്നുള്ള ഒരു ഇത് കാണും. അതെ. ഇടിഞ്ഞാർ 3-ാം വാർഡല്ലേ? ആർക്കാണ് സാധ്യത? നല്ല സ്ഥാനാർത്ഥിമാരിൽ നല്ല സാധ്യത ആർക്കാ? സോമരാജൻ നല്ല കാൻഡിഡേറ്റ് ആണ്. നിങ്ങൾക്ക് എന്താണ് അത്ര വിശ്വാസം? നമുക്ക് ഒരു കാര്യം ഇതുവരെ ഒരുത്തരം നേടി തന്നിട്ടില്ല. ഒരു വീട്ടിന് ഇതിപ്പം അതിന് ശേഷമാണ് ചോർന്ന് ഒലിക്കണമെന്ന് പറഞ്ഞ് എന്റെ മോൻ ചെയ്ത വേലയാണ്. ഓടുത്ത വീടായിരുന്നു. 43-44 വർഷമായിട്ട് ഒരു വീട്ടിന് എഴുതി കൊടുത്തിട്ട് തന്നവരല്ല കേട്ടാ, തന്നവരല്ല. നമുക്ക് ഇപ്പൊ ഞങ്ങള് വന്ന് പ്രായം ചെന്നവരായിരുന്നു. ഇപ്പൊ ആള് മരിച്ച് ഞാൻ ഒറ്റയ്ക്ക് മോനും ഭാര്യയും കൊച്ചും നമ്മളിവിടെ താമസിക്കുന്നു. പക്ഷെ നമ്മൾ ഒരു പരാതി പറഞ്ഞാൽ അവരെ കേൾക്കൊന്നേ ഇല്ല, ഒന്നും കേൾക്കില്ല. ജീവിച്ചിരിക്കുമ്പോഴേ നമുക്കൊരു കിണർ, ഒരു ബാത്റൂം, പുറത്ത് ഒരു ബാത്റൂമിന് പൈസ തന്നു. 2000 രൂപ ബാത്റൂമിന്, ഇവിടെ 6000 രൂപ കിണറ്റിന് തന്നിട്ടുള്ളത്. പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യം ഇതേ ഉള്ളു. ഞങ്ങൾ എസ്റ്റേറ്റിൽ ഇരുന്ന കാലത്തും അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് വാങ്ങിച്ച സ്ഥലം തന്നെ. നമ്മൾ ആരും വാങ്ങിച്ച് ഗവൺമെന്റ് സാധ്യത നമുക്ക് നിങ്ങളെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ളതാരാണ്? ജയിച്ചു കഴിഞ്ഞാൽ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ളത്? ഈ നാട്ടിലുള്ള ആളെ നമുക്ക് നിൽക്കുള്ളൂ. നമുക്കതറിയാം. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞങ്ങൾ ഇനി പെരിങ്ങമലയും ഇടിഞ്ഞാർ പാലോടും അവിടെ എല്ലാം പോയി പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? അതൊന്നും പറയാൻ. അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷ വയ്ക്കാൻ നേരത്തെ ബ്രാഞ്ച് കമ്മിറ്റി കൂടിയിട്ട് പറയട്ടെ എന്ന് പറഞ്ഞ പാർട്ടിക്ക് വോട്ട് ചെയ്യോ? ബ്രാഞ്ചിന്റെ കൂടെ ചോദിക്കട്ടെ, ബ്രാഞ്ച് കമ്മിറ്റിയിൽ ചോദിക്കട്ടെ എന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. LC കമ്മിറ്റിയിലെ അങ്ങനെയുള്ള ആളിന് വോട്ട് കൊടുക്കാൻ പറ്റുമോ? അതെങ്ങനെ പറ്റും? അത്രേ ഉള്ളൂ. അതാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ഒരു അപേക്ഷ വയ്ക്കുമ്പോഴേ ആളിന് കൊടുക്കണോ വേണ്ടെന്ന് ബ്രാഞ്ച് കൂടിയാണ് ആലോചിക്കുന്നത്. അങ്ങനെയുള്ള ആളിന് പറ്റൂല. ബ്രാഞ്ച് കൂടിയല്ല ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത്. അപ്പം ബ്രാഞ്ച് കൂടിയല്ല സ്ഥാനാർത്ഥി. എന്താ കാര്യം ഉണ്ടെങ്കിൽ ഓടി പോയി പറഞ്ഞ സോമരാജന്റെ അടുത്ത് പറയാം. ഇവിടെ ജയിച്ചാലേ പോയി പറയാൻ പറ്റുള്ളൂ. അവിടെ പോയി നടക്കുന്നവരടുത്തൊന്നും നമുക്ക് ഒരു പരാതിയും പോയി പറയാൻ പറ്റൂല. പറ്റുമോ? പറ്റൂല. കാലം തൊട്ട് സോമരാജൻ നമ്മളെ ഒരു സഹോദരങ്ങളെ പോലെ, നമ്മളെ ഒരു മോനെ പോലെയൊക്കെ തന്നെ നമ്മളിവിടെ ജീവിച്ചിട്ട്. പിന്നെ നമ്മളെ ഈ ഇത് ഇടിഞ്ഞാർ വാർഡല്ലേ? ഇടിഞ്ഞാർ 3-ാം വാർഡ് എങ്ങനെയാണ് സ്ഥാനാർത്ഥിമാരുടെയൊക്കെ പൊതുവെയുള്ള രാഷ്ട്രീയ പരിപാടികൾ എങ്ങനെ നടക്കുന്നു? നമുക്ക് ഈ വാർഡിലുള്ള കക്ഷിക്ക് കൊടുക്കാത്തതിന്റെ അംശം മനസ്സിലുണ്ട്. ആരാണ് ഇവിടെ നല്ല സാധ്യതയുള്ള സ്ഥാനാർത്ഥി? സോമരാജനാണ്. എന്താണ് അതിന് സാധ്യത? അത് അങ്ങനെ കാണാൻ കാര്യം എന്താണ്? നാട്ടുകാരൻ ഇവിടുത്തെ ജനങ്ങളെ അറിയാവുന്നതാണ്. പിന്നെ വാർഡിന് വേണ്ടി മുൻകാലങ്ങളിൽ പലതും ചെയ്തിട്ടുണ്ട്. മുൻ മെമ്പറാണല്ലേ? മുൻ മെമ്പർ. അപ്പൊ നന്നായിട്ട് അന്ന് കൂടെ സഹായിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അതൊരു കാര്യമാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇവിടെ ആനുകൂല്യം? കാൻഡിഡേറ്റ് നല്ല കാൻഡിഡേറ്റ് ആണല്ലേ? അല്ലേ? ജയിച്ചു കഴിഞ്ഞാൽ കൂടെ നിൽക്കും. ശരി. അപ്പൊ അതായത് ജയിച്ചു പോയിട്ട് പിന്നെ ഈ നാടിന് മറക്കുന്ന സ്വഭാവം ഇല്ല. പിന്നെ ഈ മറ്റ് സ്ഥാനാർത്ഥികളെന്ന് പറയുമ്പോഴത്തേക്ക് ജയിച്ചു കഴിഞ്ഞാൽ ആനുകൂല്യത്തിന് പേര് വെക്കുമ്പോൾ അവിടെ അടുത്തൊരാൾ പറയുന്നതായിട്ട് ഈ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഒക്കെ സമ്മതം ഉണ്ടെങ്കിൽ ചിലർക്ക് ആനുകൂല്യം കൊടുക്കും. അങ്ങനെയുള്ള ആളെ ജയിപ്പിക്കാൻ താല്പര്യമുണ്ട്. പഞ്ചായത്തിന്റെ ആനുകൂല്യത്തിന് വേണ്ടി പോകാറില്ല. എന്തായാലും പ്രതീക്ഷകളുണ്ട്. കഴിഞ്ഞ മുമ്പ് നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, നടന്നില്ല. ഒരു മെയിൻ്റെനൻസിന് ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. അത് നടക്കും, ഇനി നടക്കും കേട്ടോ. പ്രതീക്ഷയുണ്ട്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് നല്ലതുപോലെ നല്ല ആളെ തെരഞ്ഞെടുത്താൽ. സ്ഥാനാർത്ഥിമാര് നല്ല സ്ഥാനാർത്ഥി സോമരാജൻ തന്നെ. അടുത്ത ഇതിലായിരുന്നു ഇടം വാർഡിൽ നിന്നപ്പോഴൊക്കെ ഇവിടെ ഉള്ള ആളുകൾക്ക് പല ഉപകാരങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്യും. ഇടവം വാർഡിലായിരുന്നു അവൻ ഫസ്റ്റിന്. ഇടവം വാർഡിൽ അപ്പോഴൊക്കെ ഇവിടെയൊക്കെ ഉള്ളവർക്കൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വരെയൊക്കെ ചെയ്യും. വരും. അതൊക്കെ ഓടിയെത്തും. ഇവിടെ 3 സ്ഥാനാർത്ഥിയിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ സ്ഥാനാർത്ഥി സോമരാജൻ തന്നെ. നമുക്കൊരു സീറ്റ് ചോദിച്ചിട്ട് അവർ തരാത്തോണ്ടാണ് സ്വന്തമായിട്ട് നിർത്തിയത്. ഇവിടെ എന്തായാലും ചെയ്യാൻ നമുക്ക് തന്നെ അതിലൊരു സംശയമില്ല. ഇങ്ങനെ ഇടവം വാർഡ് മെമ്പറായിരുന്നപ്പോഴും ഇവിടെ ഉള്ളവർക്ക് സഹായം ചെയ്ത് അതേ കണക്ക് അവിടെ നിന്നിരുന്ന ഈസി ചെയ്യായിരുന്നു. ഇവിടെ ഇപ്പം 3 ആയത് നമുക്ക് സീറ്റ് തരാത്തോണ്ടാണ് മനഃപൂർവ്വം നമ്മളാണ് പിടിച്ചു നിർത്തിയത്.
നമുക്കറിയാവുന്ന വ്യക്തിയും ഇതേപോലെ ഏത് കാര്യത്തിന് വിളിച്ചാലും എന്തെന്നായാലും നമ്മളെ കൂടെ കാണും കട്ടയ്ക്ക്. അതുകൊണ്ട് എന്തായാലും ഇങ്ങനെ ജയിക്കുള്ളൂ. ഇവിടെ അതിലൊരു മാറ്റമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇങ്ങേർക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യണം. അവര് സീറ്റ് വെച്ചിട്ട് നമുക്ക് സീറ്റ് തന്നില്ല. അപ്പൊ മേളിൽ അങ്ങ് അറ്റം വരെ പോയപ്പം തന്നില്ല. ലാസ്റ്റ് ഒറ്റ രാത്രി കൊണ്ട് അവർ പറയുന്നത് ഗ്രൂപ്പ് കളിച്ചാണ് സീറ്റ് അയ്യും ഉണ്ട്, ആ വകുപ്പിനാണ് അവന് കൊടുത്തത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ജയിക്കും, അത് ഉറപ്പ്. മറുപടി അത് തന്നെ. വാരിയത് സീറ്റ് കൊടുക്കാത്തത് മനഃപൂർവ്വം മേളിലുള്ളവര്. എങ്ങനെയാണ്, എന്താണ് അത് പറയാൻ കാരണം? വേറെ കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഇടവത്ത് നിന്ന് ജയിച്ചപ്പോൾ നമുക്ക് ഒരുപാട് സഹായമൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. ഞാൻ ഇടവത്താണ് എനിക്ക് വോട്ട്. എന്നാലും പുള്ളിക്കാരന് പ്രവർത്തിക്കാൻ വേണ്ടി ഞാനിവിടെ ഉണ്ട്. കാര്യങ്ങൾ നല്ല രീതിയിലാണ് പോകുന്നത്. ജയിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായത്തിൽ. പ്രവർത്തനത്തിനെല്ലാം ആനുകൂല്യമൊക്കെ നടക്കണം. ഇവിടുത്തെ നല്ല സ്ഥാനാർത്ഥി സോമരാജനാണ്. പറയാൻ കാര്യം, ഞാൻ ഇതിനു മുമ്പേ അനേക മെമ്പറായി നിന്നിട്ടുണ്ട്. അതിലെ മെമ്പർ ആയിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് കാര്യം ചെന്ന് പറഞ്ഞാലും നമുക്ക് സഹായിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടത്തേക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനും സോമരാജൻ നല്ലതെന്ന് പറയുന്നത്. ആനുകൂല്യങ്ങൾ സോമരാജനും ജലാലും ഇരുന്ന സമയത്ത് എനിക്കൊരു വീട് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് പഞ്ചായത്തിൽ നിന്നും ഒന്നും തന്നിട്ടില്ല. സോമരാജൻ ജയിച്ചു വന്നാൽ ആനുകൂല്യങ്ങൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്ക് സോമരാജൻ നല്ലവനാണെന്നാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു അത്യാവശ്യം വന്നാൽ ഓടിച്ചെന്ന് പറയാൻ ഇവിടെ നിന്ന് 10 രൂപ കൊടുക്കപ്പോൾ സോമരാജന്റെ വീട്ടിൽ പോവാം. ഞങ്ങൾക്ക് പോയി പറയാനും നടന്നും പോവാം. അതുകൊണ്ടാണ് സോമരാജൻ തന്നെ നിൽക്കണം എന്ന് നമുക്കൊരു അഭിപ്രായം. നാട്ടിൽ വന്ന് സുഖമില്ലാതെ വല്ലതും വീണ് പോയി സോമരാജൻ കണ്ടിട്ട് പോകൂല. അതുകൊണ്ടാണ് സോമരാജൻ നല്ലവനെന്ന് പറഞ്ഞത്. നമുക്ക് വേണ്ട സഹായം ചെയ്തു തരും. ചെയ്തു തരും. ഞാൻ വീട്ടിൽ വന്നിരുന്ന് പിന്നെ വോട്ട് ചെയ്തിട്ടാണ് വന്നത്. കുറെ ഇടയാളത്തിലാണ് മത്സരിക്കുന്നത്. അപ്പൊ എനിക്ക് കുറെ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കും. പിന്നെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. 13ാമത്തെ വയസ്സിൽ യൂത്ത് കോൺഗ്രസിന്റെ ഇടിഞ്ഞാർ വാർഡ് സെക്രട്ടറിയായി ആണ് പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. 47 വർഷമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുകയാണ്. ഇത് ഞാൻ INTUCയുടെ സംസ്ഥാന കൗൺസിൽ അംഗം എന്ന നിലയിലും 26 വർഷക്കാലം കോൺഗ്രസിന്റെ കല്ലറ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ച് വരികയാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ ഇപ്പോൾ നേരത്തെ പാർട്ടി എനിക്ക് അംഗീകാരം തന്നു. ഞാൻ ഇടവം വാർഡിൽ നിന്ന് മത്സരിച്ചു, മെമ്പറായി. ഈ പെരിങ്ങമല പഞ്ചായത്തിലൊരു മാതൃകാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് കേരള കൗമുദി പത്രം എനിക്കൊരു പുരസ്കാരവും തന്നിരുന്നു. അങ്ങനെ മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ ഇവിടെ എൻ്റെ പേരാണ് ആദ്യം വാർഡ് കമ്മിറ്റി കൊടുക്കുന്നത്. 48 പേര് കൂടുന്ന വാർഡ് കമ്മിറ്റിയിൽ 47 പേരും എൻ്റെ പേര് പറയുന്നു. അത് കഴിഞ്ഞ് അത് എക്സിക്യൂട്ടീവ് എടുത്ത് 18 പേരിൽ 17 പേരും എൻ്റെ പേര് പറയുന്നു. ഇത് പിന്നെ മണ്ഡലം കമ്മിറ്റിക്ക് കൊടുത്ത് മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ച്, ബ്ലോക്ക് കമ്മിറ്റിക്ക് കൊടുത്ത് ബ്ലോക്ക് കമ്മിറ്റി അംഗീകരിച്ചു, ജില്ലാ കമ്മിറ്റിയിലേക്ക് പോയപ്പോൾ അവിടെയും അംഗീകാരം വന്നു. അതിനുശേഷം വേറൊരു കക്ഷി വേറെ പലരെയൊക്കെ പിടിച്ച് സീറ്റ് വാങ്ങി ഇവിടെ വന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാർഡ് കമ്മിറ്റിക്കായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വം പൂർണ്ണ ഉത്തരവാദിത്വം കൊടുത്തത്. ആ വാർഡ് കമ്മിറ്റിയുടെ അംഗീകാരം കൂടാതെ ഇങ്ങനെ പോയതിൻ്റെ പേരിൽ ഇവിടുത്തെ വാർഡ് കമ്മിറ്റിയും ഇവിടുത്തെ കോൺഗ്രസിന്റെ ആൾക്കാരും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് പറയുകയും, അങ്ങനെ ഞാൻ നാട്ടിലെ ജനങ്ങളോട് ഞാൻ ചോദിച്ചപ്പോൾ ജനങ്ങളെല്ലാം എനിക്ക് കൂടുതലായി എന്നെ അംഗീകരിക്കുകയും എനിക്ക് വോട്ട് തരാമെന്ന് പറയുകയും, ഈ നാടിന് ഇന്ന് 2-3 പേരോട് ഒന്ന് മത്സരിക്കുമ്പോൾ ഈ നാടിന് ഉപയോഗം വരുന്നത് KC സോമരാജനാണ് എന്ന് ജനങ്ങൾ പറയുകയാണ്. ആ രീതി അനുസരിച്ചാണ് ഇന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇടവത്ത് മെമ്പറായി വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വാർഡിൽ 280 കുടുംബങ്ങൾക്കാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്ത് വാർഷികകാല പെൻഷൻ വാങ്ങിക്കൊടുക്കുന്നത്. അന്നത്തെ എൻ്റെ വാർഡായ ഇടവം വാർഡിൽ 360 പേർക്ക് 360 കുടുംബത്തിന് വാർഷികകാല പെൻഷൻ ഒപ്പിട്ട് കൊടുത്ത്, അന്ന് ഒരു പഞ്ചായത്ത് മെമ്പർ ഒപ്പിടണം, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മതി, അപ്പോൾ നമുക്ക് വാർഷികകാല പെൻഷൻ അനുവദിച്ചു വരും. അങ്ങനെ ഞാൻ അവർ ചെയ്യുകയും തുടർന്ന്
ഞാൻ നിർമ്മാണ തൊഴിലാളി യൂണിയൻ എന്ന നിലയ്ക്ക് അതിൽ പ്രവർത്തിച്ച് അതിൽ ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ എൻ്റെ സേവനങ്ങളും പിന്നെ പോയിട്ട് ഇവിടെ വരുന്ന മുഴുവൻ എല്ലാ കാര്യങ്ങൾക്കും മരണമായാലും കല്യാണമായാലും മറ്റേത് വിഷയങ്ങൾക്കും എപ്പോഴും ഏത് പാതിരാത്രിയും അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് ഞാൻ മുൻകൈയെടുത്ത് നടന്നിട്ടുണ്ട്. അത് ഇവിടുത്തെ ജനത്തിന് നല്ലപോലെ അറിയാം. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് എനിക്ക് പാർട്ടി പ്രവർത്തിച്ചു വന്നപ്പോൾ 18ാമത്തെ വയസ്സിൽ ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ കയറി വോട്ടർ ലിസ്റ്റ് എടുത്ത് വലിച്ചു കീറുന്നതാണ് പാർട്ടിക്ക് വേണ്ടിയാണ്. അന്ന് എനിക്ക് 21 വയസ്സുണ്ടെങ്കിലേ പിന്നെ വോട്ട് ചെയ്യാൻ ഒക്കൂ. അന്ന് 18 വയസ്സേ ഉള്ളൂ. പാർട്ടിക്ക് വേണ്ടി അനധികൃതമായി വോട്ട് ചേർത്തതിൻ്റെ പേരിൽ ഞാനും എന്നോടൊപ്പമുള്ള പള്ളിവിള സലീമും പവിത്രകുമാർ അടക്കം ഞങ്ങൾ അവിടെ കയറി വോട്ടർ ലിസ്റ്റ് എടുത്ത് വലിച്ചു കയറി. അപ്പോൾ അത് നിയമസഭയിൽ വരെ അത് ചർച്ച എന്ന ഒരു വിഷയമായിരുന്നു. അങ്ങനെ 5 വർഷം ഞാൻ കോടതിയിൽ ആ കേസ് പറയേണ്ടി വന്നു. അതിനുശേഷം ആ കേസ് അത് നിലനിൽക്കുക തന്നെ പിന്നെ പാലോട് ബസ് സ്റ്റേഷൻ ബസ് ചാർജ് വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ 5 വർഷം ഞാൻ കേസ് പറയേണ്ടി വന്നു. അതേ കേസ് നിലനിൽക്കുക തന്നെ തിരുവനന്തപുരത്ത് വിലവർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പിന്നെ സമരത്തിൽ ഞാനും രഘുനാഥനും ആയിട്ട് കേസിൽ പ്രതിയായി, ബാക്കിയുള്ളവർ തിരുവനന്തപുരത്തുള്ളവരായിരുന്നു. അതും 5 വർഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അതിനുശേഷം ഞാൻ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ പാലോട് സ്ഥിതി ചെയ്തിരുന്ന പിന്നെ സബ് രജിസ്ട്രാർ ഓഫീസ് ഇവിടെ നിന്ന് ഒഴിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഞങ്ങൾ നിന്നപ്പോൾ അതിന് കേസിൽ പ്രതിയായി 16 വർഷം പറഞ്ഞു. അതേ 16 വർഷം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു മാലിന്യ വിഷയം 3 ജില്ലയിലുള്ള മാലിന്യം ഇവിടെ കൊണ്ടുവന്ന് അഗ്രികൾച്ചർ ഫാമിൽ ഡംപ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ അതിനെതിരെ ഞങ്ങൾ ജനകീയ കൂട്ടായ്മയിൽ സമരം വരുന്നു. ആ സമരത്തിൽ ഞാൻ പങ്കെടുത്ത് പിന്നെ ജനങ്ങൾക്ക് വേണ്ടി ആ സമരത്തിൽ പങ്കെടുത്തപ്പോൾ 2.5 വർഷം അതിന് കേസ് പറയുകയും 30,000 രൂപ കോടതിയിൽ കെട്ടിവെക്കുകയും ചെയ്ത് ഇങ്ങനെ നിരവധി കേസുകൾ ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാതെ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയൊന്നും ഞാൻ ഇതുവരെയും ഒരു കേസിലും പ്രതിയായിട്ടില്ല. ഞാൻ പ്രതിയായിട്ടുള്ളതെല്ലാം നാടിന് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയുമാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടുത്തെ ഇതെല്ലാം ഉണ്ട്. ഈ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്രാടത്തിൻ്റെ അന്ന് ഒരു ആള് തൂങ്ങി മരിക്കുന്നു. എൻ്റെ വാർഡല്ല, അതിൻ്റെ അടുത്ത അപ്പുറത്തെ വാർഡിലുള്ള ഈ 2 വാർഡിലുള്ള മെമ്പർമാരും കിട്ടാത്തത് കൊണ്ട് എൻ്റെ വീട്ടിൽ വന്ന് എന്നെയും വിളിച്ച് കൊണ്ടുപോയി ഈ ബോഡിയും പാലോട് പിന്നെ പോലീസും ആയിട്ട് പോയി. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവിടുത്തെ പോലീസ് സർജൻ പിന്നെ തിരുവോണമായതുകൊണ്ട് വരാൻ താമസിച്ച് 4 മണിക്ക് ശേഷം അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അവിടെ നിന്ന് കിട്ടി. ഇവിടെ കൊണ്ടുവന്ന് അടയ്ക്കിപ്പോൾ മണി 9 അങ്ങനെ തിരുവോണത്തിൻ്റെ അന്ന് പോലും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി അഹോരാർത്ഥം പിന്നെ ഇറങ്ങി പ്രവർത്തിച്ച് വന്നുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇന്ന് ഇവിടുത്തെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്താൽ ഇതേ രീതിയിൽ ഏത് കാര്യത്തിനും എന്ത് കാര്യത്തിനും ജനങ്ങളുടെ മുന്നിൽ നിന്ന് അവർക്ക് വേണ്ടി എല്ലാ സേവനവും നടത്താൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ്. അത് ഇവിടുത്തെ ജനത്തിന് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവരെന്നെ ഈ നാടിൻ്റെ ജനപ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഒന്ന് അതുപോലെ തന്നെയാണ് അവർക്ക് വീട് കൊടുത്തു, വീട് മെയിൻ്റനൻസ് കൊടുത്തു, പശു കൊടുത്തു, തൊഴുത്ത് കൊടുത്തു, പിന്നെ ഇന്ന ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അവരെന്തിനാണ് മെമ്പറെ ഇങ്ങനെ പിന്നെ തെറി വിളിക്കലെന്ന് ചോദിച്ച് അതിനെപ്പറ്റി അറിഞ്ഞൂടാന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ വീണ്ടും അവരോട് എന്ന് ചോദിച്ച് നിങ്ങൾക്ക് മെമ്പർ വീട് തന്നില്ലേ, നിങ്ങൾക്ക് മെമ്പർ പശു തന്നില്ലേ, തൊഴുത്ത് തന്നില്ലേ, കിണർ തന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് തന്നതിൻ്റെ പകുതി മെമ്പർ കൊണ്ടുപോയി. ഇതായിരുന്നു ഈ പഞ്ചായത്തിൽ 50 വർഷം കൊണ്ട് ഞാൻ പഞ്ചായത്ത് മെമ്പറായി വരുന്നത് വരെ ഒരു ക്യാൻസർ രോഗമായിരുന്നു അഴിമതി. കിട്ടുന്നതിൻ്റെ വ്യക്തിഗത ആനുകൂല്യം കിട്ടുന്നതിൻ്റെ പകുതി മെമ്പർ കൊണ്ടുപോകുന്നത്. ഒരു വാർഡിലല്ല, എല്ലാ വാർഡിലും അത് തന്നെയായിരുന്നു സ്ഥിതി. ഇതിന് ഞാൻ പറഞ്ഞ് നിങ്ങൾ എനിക്ക് വോട്ട് തരി, ഇതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ പറയുന്നത്, ജയിച്ചു പോകുമ്പോൾ അവര് പിന്നെ ഇതല്ല കാണിക്കുന്നത്, നമ്മുടെ ഇന്ന് കിട്ടുന്ന ആനുകൂല്യത്തിന്റെ പകുതി ഇവർ കൊണ്ടുപോകും എന്നാണ് അവരിങ്ങോട്ട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പി. 650 വോട്ടൊന്ന് അവിടെ ഫോളോ ചെയ്ത് ഞാൻ 58 വോട്ടിൽ വിജയിച്ചു. ഞാൻ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം കുഞ്ഞ്, അയാൾ ഇടതുപക്ഷമാണ്,
അയാളോട് ഞാൻ പറഞ്ഞു, കൊച്ചരിപ്പ മുതൽ ഈ പഞ്ചായത്തിന്റെ വടക്കേ അറ്റം കൊച്ചരിപ്പ മുതൽ പൊന്മുടി എസ്റ്റേറ്റ് വരെ ഉണ്ട്. എനിക്ക് പോയി ഈ എല്ലാ ഗ്രാമസഭകളിലും 2 വാക്ക് സംസാരിക്കാൻ നിങ്ങൾ അവസരം തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താണെന്ന് ചോദിച്ചോ, ഞാൻ ഈ വിവരം പറഞ്ഞപ്പോൾ ഇത് ആവശ്യമാണ് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ വാർഡിലും ചെന്ന് ഞാൻ പറഞ്ഞു, വ്യക്തിഗത ആനുകൂല്യം നിങ്ങൾക്ക് തരുമ്പോൾ ഏതെങ്കിലും ഒരു മെമ്പർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കുകയോ നിങ്ങൾ ഏതെങ്കിലും ഒരു മെമ്പർക്ക് പ്രതിഫലം കൊടുക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ആനുകൂല്യം ഞാൻ ക്യാൻസൽ ചെയ്യിപ്പിക്കും, മെമ്പർ സ്ഥാനം ഞാൻ റദ്ദയിപ്പിക്കും. ഇതെന്റെ ഒരു പ്രതിജ്ഞയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും 1 രൂപയും മെമ്പർക്ക് കൊടുക്കുകയോ മെമ്പർ വാങ്ങിക്കുകയോ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞ് 5 വർഷം അവിടുത്തെ മുഴുവൻ ആൾക്കാരും കൈയടിച്ച് ആ 5 വർഷം ഇന്നാരെങ്കിലും 1 രൂപ മെമ്പർ വാങ്ങിക്കുന്നില്ല എങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു വാക്കാണ് ഇന്ന് ഈ പഞ്ചായത്തിൽ അങ്ങോളം ഇങ്ങോളം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇടവത്തുള്ള ഞാൻ നിന്ന് മത്സരിച്ച് 15 വർഷം കഴിഞ്ഞിട്ടും അവിടുത്തെ ജനങ്ങൾ എന്നെ മറക്കാതെ അവിടെ നിന്ന് പലരും ഇവിടെ വന്ന് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അഴിമതി രഹിത ഒരു വാർഡ് മെമ്പർ KC സോമരാജനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇവിടെ വന്ന് വിടാൻ തുറന്ന് കയറി വോട്ട് പിടിക്കുന്ന ഇതാണ്. അല്ല ആരുടെയും കയ്യിൽ നിന്ന് ഇതുവരെയും 1 രൂപ പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിന്നിട്ടില്ല, നാളെയും ഉണ്ടാവില്ല. ഈ ജനങ്ങൾ എന്നെ വിജയിപ്പിച്ചാൽ ഞാൻ അവരുടെ മുന്നിൽ നല്ല ശുദ്ധമായ കൈയോടുകൂടി അവർക്ക് കിട്ടുന്ന ആനുകൂല്യം അവർക്ക് വാങ്ങിക്കൊടുക്കും എന്നെന്റെ പ്രതിജ്ഞാബന്ധമാണ് എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു.